ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മിവിയുടെ ഫോർട്ട് S60 എന്ന് പറയുന്ന ഒരു സൗണ്ട് ബാറാണ്. അപ്പോൾ ഈ ഒരു സൗണ്ട് ബാറിൻ്റെ ഒരു ബോക്സ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ബോക്സാണ്, നല്ല നീളമുള്ളൊരു സൗണ്ട് ബാർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സൗണ്ട് ബാർ നമുക്ക് മിവി അയച്ചു തന്നിട്ടുള്ള ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി അയച്ചു തന്നിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ റിവ്യൂ ചെയ്ത ശേഷം നമുക്കിത് തിരിച്ചയച്ചു കൊടുക്കണം. പക്ഷേ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഇത് പൈസ കൊടുത്ത് മേടിക്കുകയാണ് ചെയ്തത് പിന്നീട്. അപ്പം നമുക്കിതിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. നമുക്കിതിൻ്റെ ബോക്സിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബോക്സിൽ തന്നെ നമുക്ക് 1 ഇയർ വാറണ്ടി രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു QR കോഡ് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഇൻവോയ്സ് അയച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാറണ്ടി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. 1 ഇയർ വാറണ്ടിയാണുള്ളത്. അതേപോലെ ഇവിടെയായിട്ട് നമുക്ക് പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. വേറെ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ നല്ല രസമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പാക്കിങ് കിടിലം പാക്കിംഗ് ആണ്. തട്ടുകയോ മുട്ടോ ഒന്നും ചെയ്യത്തില്ല, ആ രീതിയിലാണ് ഇതിൻ്റെ പാക്കിങ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നമ്മളുടെ സൗണ്ട് ബാർ ഒന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ സൗണ്ട് ബാർ. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ നീളം അറിയാൻ പറ്റും. ഇതാണ്ടെ ഇത്രയും നീളമുണ്ട് ഏകദേശം. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു സ്റ്റീൽ ഫ്രെയിമാണ്. ഇവിടെ നമുക്ക് മിവിയുടെ ഒരു ബ്രാൻഡിങ് കാണാൻ പറ്റും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് 2 രീതിയിൽ നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്കിവിടെ ഒരു റബ്ബർ ബുഷസ് കൊടുത്തിട്ടുണ്ട്. ഈ റബ്ബർ ബുഷസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പം ജസ്റ്റ് ഇങ്ങനെ വെക്കാൻ പറ്റും, തെന്നിയൊന്നും പോയില്ല. അതേപോലെ തന്നെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാങ് ചെയ്ത് ഇടുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ സ്വിച്ചസ് വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് സ്വിച്ചസ് വരുന്നത്. അപ്പോൾ ഈ സ്വിച്ചസിൻ്റെ ആവശ്യം നമുക്കില്ല, കാരണം ഇതിൻ്റെ കൂടെ ഒരു റിമോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ റിമോട്ടിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കൺട്രോൾസും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് റിമോട്ട് നോക്കാം. ഇനി നമുക്ക് സൗണ്ട് ബാറിലേക്ക് വരുന്ന സമയത്ത് 4 ഔട്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ചാർജിങ് പോർട്ട്, രണ്ടാമത്തെ ഒരു ഓക്സ് പോർട്ട്, മൂന്നാമത്തെ ഒരു കോയാക്സിൽ പോർട്ടും, അടുത്തെന്ന് പറഞ്ഞാൽ USB പോർട്ടാണ്. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ വൈസ് കാണാൻ പറ്റുന്നത്. ഈ മിവിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഒരു ലൈറ്റിങ്ങും വരുന്നത്. ഓക്കെ, ഇതിൽ 2 സബ് വൂഫേഴ്സ് ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സൗണ്ട് ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ കൂടെ ഒരു ഓക്സ് കേബിൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഓക്സ് കേബിളാണ്. ഒരു ചാർജർ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റിമോട്ടും കിട്ടുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ കിട്ടുന്ന ഒരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. അപ്പോൾ യൂസർ മാനുവലിൻ്റെ പ്രത്യേകത ജസ്റ്റ് നിങ്ങളത് വായിച്ച് നോക്കണം, കാരണം ഞാനത് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൽ പ്രധാനമായിട്ടുള്ള 2 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഴയ TVs ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് LCD LED പോലെ അല്ലാത്ത TVs ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു സൗണ്ട് ബാർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമേജ് ഇൻ്റർഫറൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ LCD LED TVകളിൽ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് തമ്മിൽ ലാഗ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ TVയിലേക്ക് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കോയാക്സ് കേബിൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഓക്സ് കേബിൾ ഉപയോഗിച്ചുകൊണ്ടോ കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ റിമോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ബട്ടൺസും തന്നെ നമുക്ക് ഈ ഒരു റിമോട്ടിൽ അവൈലബിൾ ആണ്. പവർ ഓൺ ഓഫ് ബട്ടൺ, അതുപോലെ മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മോഡാണ് മെയിനായിട്ട് ഇതിനുള്ളത്. ഒന്ന് മൂവി മോഡ്, മ്യൂസിക് മോഡ്, ന്യൂസ് മോഡ്. അപ്പോൾ നിങ്ങൾ എന്താണോ കാണുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വോളിയം, അപ്പ് ആൻഡ് ഡൗൺ, നെക്സ്റ്റ് ബട്ടൺ, അതേപോലെ തന്നെ ഈ 4 മോഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത്, കോയാക്സിൽ, USB, ഓക്സ്, ഏത് ടൈപ്പ് കണക്ഷനാണ് നിങ്ങൾ കൊടുക്കുന്നത് അനുസരിച്ച് ഈ ഒരു മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് ടെസ്റ്റ് ചെയ്യാം. കാരണം സൗണ്ട് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് ഇതിൻ്റെ സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്നും കിട്ടില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു വീഡിയോയുടെ സംഭവങ്ങളെന്ന്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ ഒരു സൗണ്ട് ബാർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ KGF 1 മൂവി കണ്ടത്. അപ്പോൾ ആ ഒരു മൂവി കാണുന്ന സമയത്ത് ഏകദേശം 50% മാത്രമാണ് ഞാൻ വോളിയം വെച്ചത്. ആ ഒരു 50% വോളിയം തന്നെ എൻ്റെ ഈ ഒരു റൂം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാനിത് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ഞാൻ ലാപ്പിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓക്സ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്, ബ്ലൂടൂത്ത് വെച്ചിട്ടല്ല. അതേപോലെ ഞാൻ ഫോണിൽ ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു 50% അല്ലെങ്കിൽ ഒരു 60% ആകുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള സൗണ്ട് ഔട്ട് കിട്ടുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഡിസ്റ്റോർഷൻസും സംഭവിക്കുന്നില്ല. അത്യാവശ്യം നല്ല ഒരു വലിയ ഹോളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരു 70% വോളിയത്തിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു 70% 80% മുകളിൽ പോയി കഴിഞ്ഞാൽ വീടിന് പുറത്തോട്ടും കേൾക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊരു സൗണ്ട് ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു തരത്തിലുള്ള ഡിസ്റ്റോർഷൻസും വോളിയം കൂടുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേര് സൂചിക്കുന്ന പോലെ ഇതിൻ്റെ 60 വാട്ട് ഔട്ടാണ്. ഇതിന് തന്നെ ഒരു ഹയർ മോഡലുണ്ട്, ഒരു 100 വാട്ട് ഔട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിനി സൗണ്ട് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. നമ്മുടെ സൗണ്ട് ബാർ ഇപ്പോൾ ഓൺ ആക്കിയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൗണ്ട് ഔട്ട് നോക്കാം.
ഇപ്പോൾ നിങ്ങൾ കേട്ടത് 50% വോളിയത്തിലാണ്. ഇനി നമുക്കിത് 100% ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.